യോശുവയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, അത് കാണിക്കാൻ എനിക്ക് സമയമില്ല. യോശുവ ഒരിക്കൽ കനാന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അവരുടെ രാജാക്കന്മാരെ പിടിച്ചുകൊണ്ടുവന്ന് ഇസ്രായേൽ മക്കളോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ കാലുകൾ ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ വെക്കാനായിട്ട് പറഞ്ഞു. പല രാജാക്കന്മാരവിടെ ഉണ്ടായിരുന്നു. യോശുവ ഇസ്രായേലിലെ മൂപ്പന്മാരെ വിളിച്ച് അവരുടെ കാലുകൾ ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ വെക്കാനായിട്ട് പറഞ്ഞു. ഞാനത് ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ കാലുകൾ പിശാചിൻ്റെ കഴുത്തിൽ വയ്ക്കുക. താഴ്മയുള്ള ഒരാളാണ് ദൈവം അതിന് വിളിക്കുന്നത്. അതുകൊണ്ട് പാപക്ഷമ കിട്ടിയെന്ന് പറയുന്ന ആ കാര്യത്തിൽ നിങ്ങൾ തൃപ്തരായിരിക്കരുത്. അവൻ്റെ മഹാദാനത്തിൽ അവൻ അത് മാത്രമല്ല തരുന്നത്, ഇതിലും വളരെ കൂടുതൽ പലതുമുണ്ട്. എഫേസ്യ ലേഖനം 1:7 നാം പറഞ്ഞു തുടങ്ങിയത് ഇവിടുന്നാണ്. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അതവൻ നമ്മളോട് കാണിച്ച കൃപാദാന പ്രകാരമാണ്. ശരിയാണ്, അവൻ്റെ കൃപാദാന പ്രകാരം അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. എന്നാൽ അവിടെ നിർത്തരുത്, ഇനിയും കൂടുതലുണ്ട്. നിങ്ങൾ സർവ്വവിജ്ഞാന കോശത്തിൻ്റെ 2 വോളിയങ്ങൾ വാങ്ങുന്നു, എന്നാൽ നിങ്ങൾക്ക് ഒന്നേ കിട്ടിയുള്ളൂ. 2 വോളിയങ്ങളുടെ പൈസ നിങ്ങൾ കൊടുത്തു, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒന്ന് മാത്രം കിട്ടി? നിങ്ങൾ കടയിലേക്ക് പോയി ചോദിക്കത്തില്ലേ, ആ മറ്റേ ഭാഗം എന്തിയേ? കൃപയിൽ പാപക്ഷമയും പാപത്തിന്മേലുള്ള ജയവുമുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒന്നേ കിട്ടിയുള്ളൂ? നിങ്ങൾ അവിടേക്ക് മടങ്ങി ചെന്ന് കർത്താവിനോട് പറയുക, കർത്താവെ, എനിക്കിതിൻ്റെ 2ാം ഭാഗവും വേണം. പാപം എൻ്റെ മേൽ കർത്തൃത്വം നടത്തത്തില്ലല്ലോ. എഫേസ്യർ 1:7 എനിക്ക് കിട്ടി. അവിടുത്തെ കൃപയുടെ മഹാദാനപ്രകാരം എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെട്ടു. എന്നാൽ റോമാലേഖനം 6:14 ഞാൻ കൃപയ്ക്ക് കീഴിലാകൊണ്ട് പാപം എൻ്റെ മേൽ കർത്തൃത്വം നടത്തത്തില്ല. എന്തുകൊണ്ടാണ് അതെനിക്ക് അനുഭവിക്കാൻ കഴിയാത്തത്? എന്നാൽ നിങ്ങൾക്കത് കിട്ടണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തണം. ദൈവം താഴ്മയുള്ളവർക്ക് മാത്രമേ കൃപ കൊടുക്കത്തുള്ളൂ. ഒരു കാലത്തെ നീ താഴ്മയുള്ളവനായിരുന്നു, നീ ഒരു പാപിയാണെന്ന് സമ്മതിച്ചിരുന്നു, യേശു നിനക്കായിട്ടാണ് മരിച്ചെന്ന്. ആ താഴ്മ നിനക്കുണ്ടായിരുന്നപ്പോൾ നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടു. ഇനിയും നീ മുന്നോട്ട് പോകണം. കർത്താവ് യേശു തന്നെ താഴ്ത്തിയ പോലെ ഞാനും എന്നെ താഴ്ത്തുന്നു. പെട്ടെന്ന് നിങ്ങൾ കാണും പാപത്തിന് നിങ്ങളുടെ മേൽ കർത്തൃത്വമില്ലെന്ന്. ഒരിക്കൽ നിന്നെ കർത്തൃത്വം നടത്തിയ പാപം നിങ്ങൾ കാണുന്നു, ആ ഗോലിയാത്ത് കൊല്ലപ്പെട്ടു. നിങ്ങൾ നിങ്ങളുടെ കാല് അവൻ്റെ കഴുത്തിൽ വെച്ചു. നിങ്ങൾ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്. നമുക്ക് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് പോകാം. ഞാൻ സാധാരണ പറയാറുണ്ട്, നിങ്ങൾ ക്രിസ്ത്യ ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനൊരു വാക്യം മതി. അത് നിങ്ങളെ കാണിക്കും എന്ത് നിലവാരത്തിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. ഉദാഹരണത്തിന് ഒരാൾ ചോദിക്കുന്നു, ഒരു ക്രിസ്ത്യാനിയായി എന്ത് നിലവാരത്തിൽ ഞാൻ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്? ഒറ്റ വാക്കിൽ എന്നോട് പറയാമോ? ശരി, ഒറ്റ വാക്കിൽ ഞാനത് പറയാം. എല്ലാ ദിവസവും നിങ്ങൾ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരം. നിന്റെ ഓഫീസിലും വീട്ടിലും നീ ജോലി ചെയ്യുന്ന സ്ഥാനത്തും വഴിയിലും എല്ലായിടത്തും. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ വീട്ടിൽ ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളുണ്ടായിരിക്കട്ടെ. എന്തുകൊണ്ട് ആ ഭാവം നിങ്ങളുണ്ടായിരിക്കണം? കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ സ്കൂളിൽ ക്രിസ്തുവിലുള്ള ആ ഭാവം നിങ്ങളുണ്ടായിരിക്കട്ടെ. നിങ്ങളെ ഉപദ്രവിക്കുന്ന ആ മേലധികാരിയുടെ യേശുവിലുള്ള ഭാവം തന്നെ ഉണ്ടായിരിക്കട്ടെ. എല്ലാ സാഹചര്യത്തിലും അശ്ലീല ചിത്രം കാണാനായിട്ട് നിങ്ങൾ പ്രലോഭിപ്പിക്കപ്പെടുമ്പം തിന്മ ചെയ്യാനോ കുറ്റം പറയാനോ പുറകിൽ നിന്ന് കുത്താനോ ക്രിസ്തുവിലുള്ള മനോഭാവം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ മുഴുവൻ ജീവിതം ജീവിക്കാൻ ഒറ്റ കാര്യം മതി. ക്രിസ്തീയ ജീവിതത്തിൻ്റെ നിയമമാണത്. ക്രിസ്തുവിലുണ്ടായിരുന്ന അതേ മനോഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ആളുകളുടെ നേരെയോ പണത്തിന് നേരെയോ അതുപോലെ നിങ്ങളുടെ ജോലിയിലോ എല്ലാ കാര്യത്തിലും പാപത്തിൻ്റെ കാര്യത്തിൽ എന്തായിരുന്നു അവനുള്ള ഭാവം? ശ്രദ്ധിച്ചു കേൾക്കുക. 3 പടികൾ. 1-ാമത്തെ കാര്യം, 6-ാം വാക്യം, അവൻ ദൈവമായിരിക്കെ അവൻ തന്നെ താഴ്ത്തിയ ഒരു മനുഷ്യനായി. അത് തന്നെ വളരെയധികം തന്നെ താഴ്ത്തിയ ഒരു ചുവടാണ്. ഓർക്ക്, ഇത് പിശാചിന് നേരെ എതിരാണ്. പിശാച് മുകളിലേക്ക് പോകാൻ ആഗ്രഹിച്ചു, ദൈവത്തെ പോലെ ആകാൻ. യേശു ദൈവമായിരുന്നു, ദൈവമാണ്, അവൻ താഴ്ന്നു വന്നു. പിശാചിൻ്റെ സ്വഭാവത്തിനെതിരായിട്ടുള്ള കാര്യം ചെയ്തുകൊണ്ട് മാത്രമേ പിശാചിനെ കീഴടക്കാൻ കഴിയുള്ളൂ. അവൻ്റെ സ്വഭാവം മുകളിലോട്ട് പോവുക, നിഗളിക്കുക. യേശു തന്നെ താഴ്ത്തി. അങ്ങനെയാണ് അവനെ ജയിച്ചത്. എനിക്ക് നിങ്ങൾക്കും അങ്ങനെ അവനെ ജയിക്കാൻ കഴിയൂ. അങ്ങനെ അവനെ തന്നെ താഴ്ത്തി ഒരു മനുഷ്യനായത് തന്നെ താഴ്മയുടെ ഒരു വലിയ ചുവടാണ്. എങ്കിലും അവൻ പിന്നെയും തന്നെ താഴ്ത്തി. 2-ാമത്തെ ഒരു ചുവട്,
7-ാം വാക്യത്തിൽ അവനൊരു ദാസനായി, അവനൊരു മനുഷ്യനായി. 1-ാമത്തെ ചുവട്, പിന്നെയും കൂടുതൽ തന്നെ അവൻ താഴ്ത്തി, തന്നെ ഒരു അടിമയാക്കി. മനുഷ്യരുടെ ഇടയിൽ ഏറ്റവും താഴ്ന്ന നിലവാരമുള്ള ഒരു അടിമയായിട്ട് അവൻ തീർന്നു. നിങ്ങൾ പറയും, ശരി, ഇതിനും താഴേക്ക് യേശുവിന് എങ്ങനെ പോകാനായിട്ട് കഴിയും? എന്നാൽ അവൻ പോയി. അവനൊരു അടിമയുടെ നിലയിൽ നിന്നും താഴേക്ക് പിന്നെയും താണു. റോമാ സാമ്രാജ്യത്തിൽ ഉള്ള ഒരു കുറ്റവാളിയുടെ ആ താഴ്ന്ന നിലയിലേക്ക് അവനൊരു കുറ്റവും ചെയ്യാതിരിക്കെ. 8-ാം വാക്യത്തിൽ അവൻ തന്നെ പിന്നെയും താഴ്ത്തി. 3-ാമത്തെ ചുവട്, ക്രൂശിലെ മരണത്തോളം. ഏറ്റവും മോശം കുറ്റവാളികൾക്ക് വേണ്ടി മാറ്റി വയ്ക്കപ്പെട്ടതായിരുന്നു ക്രൂശ് മരണം. അതുകൊണ്ട് യേശു എന്താ ചെയ്തത്? അവൻ ദൈവത്തിൽ നിന്ന് മനുഷ്യനായി അടിമയിൽ നിന്ന് ഒരു കുറ്റവാളിയുടെ നിലയിലേക്ക് അവൻ താണു. അവൻ കുറ്റവാളി അല്ലാതിരിക്കെ, അവൻ അടിമയല്ലാതിരിക്കെ. അതുകൊണ്ട് താഴ്മ, താഴ്മ, താഴ്മ. അതുകൊണ്ടാണ് ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുള്ളത്, ക്രിസ്ത്യ ജീവിതത്തിന് 3 രഹസ്യങ്ങളുണ്ട്. താഴ്മ, താഴ്മ, താഴ്മ. നിങ്ങളിത് പഠിച്ചെങ്കിൽ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ 3 രഹസ്യങ്ങൾ നിങ്ങൾ പഠിച്ചു. എവിടെ നിന്നാണിത് പഠിച്ചത്? ഇവിടുന്ന്. ക്രിസ്തുവിലുള്ള അതേ മനോഭാവം തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ. ഞാൻ പറയട്ടെ, പിശാചിന് നിങ്ങളുടെ മേലെ ഒരധികാരവും കാണത്തില്ല. ചെറുപ്പക്കാരെ, ഞാൻ നിങ്ങളോട് യേശുവിൻ്റെ നാമത്തിൽ പറയട്ടെ, പിശാച് ഏതൊക്കെ മേഖലകളിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആഗ്രഹിച്ചാലും അവന് നിങ്ങളുടെ മേലെ ഒരധികാരവും ഇല്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആക്രമിക്കാനായിട്ട് അവന് ശക്തി കാണുകയില്ല. പിശാച് നിങ്ങളുടെ വീട്ടിൽ കർത്തൃത്വം നടത്തത്തില്ല. ഞാൻ ആളുകളോട് പറയാറുണ്ട്, വളരെ കോപമുള്ള ഒരു ഭാര്യയോ ഭർത്താവോ നിങ്ങൾക്കുണ്ടെങ്കിൽ ചില സാഹചര്യത്തിൽ വളരെ ഉച്ചത്തിൽ അവർ കോപിക്കുന്നു. അവനെയോ അവളെയോ അല്ല നിങ്ങൾ നേരിടേണ്ടത്. നിങ്ങളൊരു മുറിയിൽ കയറി ആ മുറി അടച്ചിരുന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ വീടിനെ ആക്രമിക്കുന്ന പിശാചിനെ നിങ്ങൾ ബന്ധിക്കണം. പ്രശ്നത്തിന് കാരണം പിശാചാണ്, നിന്റെ ഭാര്യയോ ഭർത്താവോ അല്ല. അവിടെയോ അവൻ്റെയോ പിറകിൽ പിശാചാണ്. നിങ്ങളുടെ വീട്ടിൽ ആ പ്രശ്നമുണ്ടാക്കുന്നത് അവനാണ്. അവരോട് വാദപ്രതിവാദം നടത്തരുത്. നീ നിന്റെ വായടച്ച് ഒരു മുറിയിൽ കടന്ന് അവിടെ പിശാചിനെ ബന്ധിക്കുക. മത്തായി 18 യേശു പ്രകാരം പറഞ്ഞു, 16 മുതൽ 18 വരെ, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. മത്തായി 18 മുതൽ 20 വരെ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ നിങ്ങൾ കാണും, അല്ലെങ്കിൽ അത് പരിഹരിക്കപ്പെടാൻ തുടങ്ങും. എന്നാൽ നിങ്ങൾ തന്നെ നിഗളിയാണെങ്കിൽ പിശാചിൻ്റെ മേലെ നിങ്ങൾക്ക് ഒരു ശക്തിയും കാണത്തില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പോരാടേണ്ട ഒരു കാര്യം, അത് നിഗളമാണ്. നാം അറിയാതെയാണ് അത് കടന്നു വരുന്നത്. വിശ്വാസികളുടെ ഇടയിൽ ഈ ആത്മീയ നിഗളം. നിങ്ങളറിയാതെ തന്നെ ഒരു കാര്യം നിങ്ങൾ നന്നായി ചെയ്തു. ഒരുപക്ഷെ നിങ്ങളൊരു ശുശ്രൂഷ ചെയ്തു, നിങ്ങൾക്ക് ചില കാര്യം ചെയ്യാൻ പറ്റി, നിങ്ങൾ നിഗളിക്കുന്നു. പിശാച് നിങ്ങളുടെ ഉള്ളിലേക്ക് പലതരത്തിൽ നിഗളം കൊണ്ടുവരും. ഞാൻ ഓർക്കുന്നു, ഒരു ഗ്രാമത്തിൽ ഒരു പെൺകുട്ടി എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അവളിൽ ഭൂതമുണ്ടായിരുന്നു, കാരണം അവൾ വിഗ്രഹത്തെ ആരാധിക്കുന്നവളായിരുന്നു. എന്നെ നോക്കാനായിട്ട് ഞാൻ അവളോട് പറഞ്ഞു. അവിടെ ഉള്ളിൽ നിന്ന് അവൾ പറഞ്ഞു, എനിക്ക് നിന്നെ നോക്കാൻ പേടിയാണ്. പിശാച് എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അവൻ എന്നെ നിഗളിയാക്കാൻ ആഗ്രഹിക്കുന്നു. പിശാചിന് എന്നെ നോക്കാൻ പേടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഞാൻ നിഗളിച്ചാൽ ഞാൻ ബലഹീനനായിത്തീരും. പിശാചിൻ്റെ സൂത്രം നിങ്ങൾ കണ്ടോ? ആ വാക്കുകളെ ഞാൻ നിരസിച്ചു. പിശാചിൻ്റെ പ്രശംസ ഞാൻ സ്വീകരിക്കില്ല. വേണ്ട, നന്ദി. എനിക്ക് വേണ്ടത് അവൻ്റെ മേലുള്ള അധികാരമാണ്. അവൻ്റെ സ്തുതി ഞാൻ സ്വീകരിക്കത്തില്ല. നിങ്ങൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. ഞാൻ ഓർക്കുന്നു, മറ്റൊരു ഭൂതബാധിതനായ മനുഷ്യൻ എന്നെ കാണാൻ വന്നു. എനിക്ക് മുമ്പ് അവനെ പരിചയമുണ്ട്. അവൻ എൻ്റെ വീട്ടിൽ വന്നു എന്നോട് പറഞ്ഞു, സാക് ബ്രദറെ, ഞാൻ നിന്നെ കാണാനാഗ്രഹിച്ചു. എന്നാൽ പിശാച് പറഞ്ഞു, നീ അവൻ്റെ അടുക്കലേക്ക് പോകരുത്. ഓഹോ, പിശാച് പിന്നെ എൻ്റെ ഉള്ളിൽ നിഗളം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ദൈവം ഇത് മനസ്സിലാക്കാനുള്ള വിവേകം തന്നു. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. പലതരത്തിൽ നിങ്ങളെ നിഗളിപ്പിക്കാനായിട്ട് പിശാച് പരിശ്രമിക്കുക. അങ്ങനെ അവൻ്റെ മേലുള്ള നിങ്ങളുടെ അധികാരം അവനില്ലാതെയാക്കും. അവന് ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ, നിങ്ങളെ നിഗളിപ്പിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അവൻ്റെ മേൽ ഒരു അധികാരവും കാണത്തില്ല. അനേക വിശ്വാസികളെ ഇതിൽ വീഴിക്കുന്നതിൽ അവൻ ജയിച്ചു.